ഭാഗ്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ആരോഗ്യമാണ് എന്ന് ലോകത്തിന് പറഞ്ഞുകൊടുത്തത് നമ്മുടെ രാജ്യമാണ്. ഹിതകരമായ കാലാവസ്ഥയും പുഴകളും സസ്യജാലങ്ങളും ഒരുക്കുന്ന ആരോഗ്യകരമായ ചുറ്റുപാട് നമ്മുടെ നാടിനെ സ്വർഗതുല്യമാക്കി. ഇവിടത്തെ കലയും സംസ്കാരവുമെല്ലാം നമ്മുടെ ശോഭനമായ ആരോഗ്യ സമ്പന്നതയാണ് കാണിച്ചു തരുന്നത്. ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ കേരളം ദേശീയ ശ്രദ്ധയും അംഗീകാരവും നേടുന്ന മാതൃകാ സംസ്ഥാനമായി മാറിയിരിക്കുന്നു. ആരോഗ്യ മേഖലയ്ക്ക് ഏറ്റവും മുന്തിയ പരിഗണന കൊടുക്കുന്ന ഗവൺമെൻറ്റാണ് ശ്രീ ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്. കഴിഞ്ഞ 2 വർഷക്കാലം ഈ ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ വളരെയധികം പ്രവർത്തനങ്ങൾ ആരോഗ്യ രംഗത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. കേരളം ആരോഗ്യപരിപാലന രംഗത്ത് ഇന്ത്യയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ്. ശിശു മരണനിരക്ക് പരിശോധിച്ചാലും അതുപോലെ തന്നെ മാതൃമരണനിരക്ക് പരിശോധിച്ചാലും നമ്മുടെ ആയുർദൈർഘ്യം നോക്കിയാലും ലോകത്ത് വികസിത രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ കേരളത്തിനും ആ സ്ഥാനമുണ്ട് എന്നുള്ളത് ഈ രംഗത്തുള്ള നമ്മുടെ മികച്ച നേട്ടങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന കാരണങ്ങളാണ്. അത്യാധുനിക സ്പെഷ്യലിസ്റ്റ് സ്വകാര്യ ആശുപത്രികളടക്കം രാജ്യത്താകമാനമുള്ള 138 ആശുപത്രികളെ ദേശീയ ആശുപത്രി അക്രഡിറ്റേഷൻ ബോർഡ് NABH മികവിന്റെ അംഗീകാരത്തിനായി തിരഞ്ഞെടുത്തപ്പോൾ അതിൽ 3 സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾക്ക് ലഭിച്ചു എന്നത് ഇക്കഴിഞ്ഞ 2 വർഷങ്ങളായി നമ്മുടെ ആരോഗ്യമേഖലയിലുണ്ടായ പുത്തൻ ഉണർവിന്റെ സാക്ഷ്യപത്രമാണ്. ഇക്കാലയളവിൽ ആരോഗ്യ സംരക്ഷണ രംഗത്ത് കേരള ജനതയ്ക്കുണ്ടായ നേട്ടങ്ങളുടെ മഴവിൽ ചന്തത്തിന്റെ നിറച്ചാർത്തുകളിൽ ഒന്ന് മാത്രമാണ് ഈ അംഗീകാരം. സർക്കാരിന്റെ 1ാം വാർഷികത്തിന്റെ ഭാഗമായി ആരംഭിച്ച വിപ്ലവകരമായ ഈ പദ്ധതിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് നിർവഹിച്ചത്. മന്ത്രി ശ്രീ VS ശിവകുമാർ അധ്യക്ഷനായിരുന്നു. കേരളത്തിലെ സാധാരണക്കാരുടെ ക്ഷേമത്തിന് പ്രഥമ പരിഗണന നൽകുന്ന സംസ്ഥാന ഗവൺമെന്റ് ആരോഗ്യരംഗത്ത് പാവപ്പെട്ടവർക്കായി നിരവധി ആശ്വാസ പരിപാടികളാണ് നടപ്പാക്കി വരുന്നത്. ആരോഗ്യ സംരക്ഷണ രംഗത്ത് സമഗ്ര വികസനം ലക്ഷ്യമാക്കി സംസ്ഥാനത്ത് മുന്നേറുന്ന ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൌത്യം NRHM നേതൃത്വം നൽകുന്ന മാതൃകാപരമായ ആരോഗ്യ സംരക്ഷണ പരിപാടികൾ പൊതുജനങ്ങൾ ഇരുകൈയും നീട്ടിയാണ് വരവേറ്റിരിക്കുന്നത്. ഞാൻ 18 രൂപ 20 പൈസയ്ക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഇഷ്ടമുള്ള ഗുളിക എനിക്കിപ്പം ഇവിടുന്ന് ഫ്രീ ആയിട്ട് തരിക. അത് എന്നെ സംബന്ധിച്ച് നോക്കിയാൽ ഭയങ്കര, ഞാനൊരു പെൻഷനറാണ്, എനിക്ക് ഭയങ്കര നേട്ടമാണ്. തുച്ഛമായ പെൻഷനേ എനിക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ എനിക്ക് ഈ മരുന്ന് ഇവിടുന്ന് കിട്ടുന്നതുകൊണ്ട് സാമ്പത്തികമായിട്ട് എനിക്ക് ഭയങ്കര നേട്ടമാണ്, യാതൊരു സംശയമില്ല. പിന്നെ BP-ക്കുള്ള ഗുളിക ഇത് തരുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഈ രക്തമലിയിക്കാനുള്ള ഗുളിക. കേവലം 2 വർഷം എന്ന ചുരുങ്ങിയ കാലയളവിൽ സാധാരണക്കാരന് ചികിത്സാരംഗത്ത് ആശ്വാസം പകരുന്ന ഒട്ടനവധി ആരോഗ്യ പദ്ധതികളാണ് കേരളത്തിൽ നടപ്പാക്കിയത്. ചികിത്സയ്ക്കൊപ്പം പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമായി നടപ്പാക്കുക എന്ന ആധുനിക വീക്ഷണം യാഥാർത്ഥ്യമാക്കുന്നതാണ് ഇന്ന് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾ. ഇന്ന് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ, അതുമായി പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലെമ്പാടും നടക്കുകയാണ്. ഗവൺമെൻറ് തന്നെ മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ വിവിധ വകുപ്പുകൾ സംയോജിപ്പിച്ചുകൊണ്ട് ഈ പകർച്ചവ്യാധി തടയുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ചികിത്സ ഏറ്റവും കാര്യക്ഷമമായി കൊടുക്കുക, ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതലാക്കി സേവനം ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ്. ഗവൺമെന്റ് ആശുപത്രികളെ കേന്ദ്രീകരിച്ച് പ്രത്യേകം തയ്യാറാക്കിയ പദ്ധതി പ്രകാരമായിരുന്നു വികസന പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയത്. പ്രധാനമായും 3 തരത്തിലാണ് പ്രവർത്തന തികവ് വരുത്തിയത്. ആശുപത്രികളുടെ ഭൌതിക സാഹചര്യം മെച്ചപ്പെടുത്തുക, ആവശ്യത്തിന് ഡോക്ടർമാരെയും സ്റ്റാഫിനെയും നൽകുക, സൌജന്യമായി മരുന്നുകൾ നൽകുക. ഈ 3 ലക്ഷ്യങ്ങളും പ്രാവർത്തികമാക്കുകയും മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയുമാണ് സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 1961 സ്റ്റാഫ് പാറ്റേൺ ആണ്. പക്ഷേ ഈ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെൻറ് 300ഓളം പുതിയ ഡോക്ടർമാരുടെ തസ്തികകൾ സൃഷ്ടിച്ച് അവരെ നിയമിച്ചു കഴിഞ്ഞു. 1200ഓളം സ്റ്റാഫ് നഴ്സുമാരെ നമ്മൾ നിയമിച്ചു കഴിഞ്ഞു. DMEയുടെയും DHSൻ്റെയും കീഴിലായി നമ്മൾ നിയമിച്ചു കഴിഞ്ഞു. ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത നിയമനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ ധനമാണ് ആരോഗ്യം എന്ന വസ്തുത അടിസ്ഥാനമാക്കി
നാം ചിട്ടപ്പെടുത്തി പ്രാവർത്തികമാക്കിയ പദ്ധതികളുടെ നേട്ടങ്ങളെ ദേശീയതലത്തിൽ തന്നെ അംഗീകരിച്ചു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ആരോഗ്യരംഗത്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ കഴിഞ്ഞ 2 വർഷത്തെ പ്രവർത്തന തികവിന് ലഭിച്ച അംഗീകാരങ്ങൾ ആരോഗ്യരംഗത്തുണ്ടായ ഗുണപരമായ ദിശാമാറ്റത്തിന്റെയും അതു തന്ന നേട്ടത്തിന്റെയും സൂചകങ്ങളാണ്. ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെയും മെച്ചപ്പെട്ട ആസൂത്രണത്തിലൂടെയുമാണ് 2 വർഷം കൊണ്ട് കേരളം ഇത്തരത്തിൽ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. കേരളത്തിലെ 3 ഗവൺമെന്റ് ആശുപത്രികൾക്ക് ദേശീയ അംഗീകാരം നേടാൻ സാധിച്ചു എന്നതാണ് ഇവയിൽ ആദ്യ നേട്ടം. തിരുവനന്തപുരത്തെ തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി, ചേർത്തല താലൂക്ക് ആശുപത്രി, എറണാകുളം ജനറൽ ആശുപത്രി എന്നിവയ്ക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് NABH അംഗീകാരം ലഭിച്ചിരുന്നു. ഇന്ത്യയിൽ ആദ്യത്തെ ഒരു WNC ആശുപത്രിയാണ് ദേശീയ തലത്തിൽ അംഗീകാരം കിട്ടിയ നമ്മുടെ തിരുവനന്തപുരത്തെ തൈക്കാട് ആശുപത്രി. ഇന്ത്യയിലാദ്യമായിട്ടാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലാദ്യമായി ഒരു സർക്കാർ ജനറൽ ഹോസ്പിറ്റലിന് ദേശീയ തലത്തിൽ അക്രഡിറ്റേഷൻ കിട്ടിയത് കേരളത്തിലെ എറണാകുളത്തെ ജനറൽ ഹോസ്പിറ്റലിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലാദ്യമായി ഒരു താലൂക്ക് ആശുപത്രിക്ക് ദേശീയ തലത്തിൽ അക്രഡിറ്റേഷൻ കിട്ടിയത് ചേർത്തലയിലെ താലൂക്ക് ആശുപത്രിയാണ്. നമുക്കിവിടെ ഒരു ബ്ലഡ് ബാങ്കിന് ദേശീയ തലത്തിൽ അംഗീകാരം ലഭ്യമായിട്ടുണ്ട്. 500-ൽ പരം ഘടകങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് ഈ അക്രഡിറ്റേഷൻ കമ്മിറ്റി ഈ കാര്യങ്ങൾ വിലയിരുത്തുന്നത്. ഒരു വർഷത്തിൽ 1-ൽ കൂടുതൽ സർക്കാർ ആശുപത്രികൾക്ക് NABH അംഗീകാരം ലഭിക്കുന്നത് ഇതാദ്യമാണ്. ഇന്ത്യയിൽ 138 ആശുപത്രികൾക്കാണ് NABH അംഗീകാരം ലഭിച്ചിട്ടുള്ളത് എന്നതും അതിൽ ഭൂരിപക്ഷവും സ്വകാര്യ ആശുപത്രികളാണ് എന്നതും ഈ നേട്ടത്തെ കൂടുതൽ തിളക്കമുള്ളതാക്കുന്നു. സ്ഥാപന ശാക്തീകരണത്തിന്റെ കാര്യത്തിൽ ഇക്കഴിഞ്ഞ 2 വർഷം മികവിന്റെ പര്യായമായിരുന്നു. സ്വകാര്യ ആശുപത്രികളോട് കിടപിടിക്കുന്ന സൌകര്യങ്ങളോടുകൂടിയ പുതിയ കെട്ടിടങ്ങൾ ഗവൺമെന്റ് ആശുപത്രികൾക്ക് ലഭ്യമാക്കുക വഴി കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട സൌകര്യങ്ങളോടുകൂടിയ ചികിത്സാ സംവിധാനങ്ങൾ നൽകി സംസ്ഥാന ഗവൺമെന്റ് സാധാരണ ജനങ്ങൾക്ക് ആശ്വാസമേകുകയായിരുന്നു. ഇത് നല്ല ഒരു ആശുപത്രിയാണ്. ഞങ്ങൾക്ക് വീട്ടിനടുത്തുള്ള ഒരു ആശുപത്രിയാണ്. വേറൊരു ജനറൽ ആശുപത്രിയാണ് ഞങ്ങൾക്ക് അടുത്തുള്ള ആശുപത്രികൾ. അവിടെ പോകുന്നതിനേക്കാളും അതേപോലത്തെ അതിനേക്കാളും നല്ല മരുന്നും കിട്ടും, എന്നാൽ രോഗവും ഭേദമാകും ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെയുള്ള ആൾക്കാർ അത്രയും ഇപ്പോൾ ഇവിടെയാണ് ആശ്രയിക്കുന്നത് മരുന്ന് വാങ്ങിക്കാൻ. നല്ല ഡോക്ടർമാരും നല്ല ആൾക്കാരെല്ലാവരും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതാണ് ഏറ്റവും എല്ലാ മരുന്നും ഇവിടെ ഉണ്ട്. ഇഷ്ടാനുസരണം മരുന്ന് തരുന്നുണ്ട്.